നമസ്കാരം. അറബി ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഈസ്റ്ററിന് ഒരുങ്ങിയിരിക്കുന്ന UAE-യിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുമുള്ള ക്രിസ്തുമത വിശ്വാസികൾ പെസഹ ദുഃഖവെള്ളിയോടനുബന്ധിച്ച് നടന്ന പ്രത്യേക ശുശ്രൂഷകളിൽ വിശ്വാസികളാണ് പങ്കെടുത്തത്. പീഠാനുഭവ വാരാചരണത്തിന് സമാപനം കുറിച്ച് ഗൾഫിലെ ക്രൈസ്തവ വിശ്വാസികളും ഈസ്റ്റർ ആഘോഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. പ്രത്യാശയുടെയും പുനരുദ്ധാരണത്തിൻ്റെയും സന്ദേശം പകർന്നു നൽകുന്ന ഈസ്റ്ററിൻ്റെ ഭാഗമായി UAE-യിലെയും ഒമാനിലെയും അടക്കം വിവിധ ദേവാലയങ്ങളിൽ ഈസ്റ്റർ ദിന ശുശ്രൂഷകൾക്ക് തുടക്കമായി. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദിനങ്ങൾ കടന്ന് പെസഹ ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് ശേഷമാണ് പ്രത്യാശയുടെ ഈസ്റ്റർ വന്നണയുന്നത്. ഒമാനിലെ റൂവി, ഗാല, സോഹാർ എന്നിവിടങ്ങളിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടക്കുന്ന ഭക്തി നിർഭരമായ ശുശ്രൂഷകൾക്ക് ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കും. ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടാകുന്നുണ്ട്. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, പ്രത്യേകിച്ച് ന്യൂസ് ചാനൽ 24-ൻ്റെ ശ്രോതാക്കളായിരിക്കുന്നവരെ, ഈ പാഷൻ വീക്ക് വിശുദ്ധവാരം അനുഗ്രഹത്തിൻ്റെതാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഓശാനിൽ ആരംഭിച്ച് പെസഹായിലൂടെ പിതാവിൻ്റെ രക്ഷാകരമായ കുരിശാരോഹണത്തിലും ഉയർപ്പിലൂടെ നീളുന്ന വലിയ ശുശ്രൂഷയുടെ ഭാഗമാണ് ഇത്. ഉയർപ്പിൽ അവസാനിക്കുകയല്ല, ഉയർപ്പോടുകൂടി ആരംഭിക്കുന്ന അനുഗ്രഹീത ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയ്ക്ക് സ്നേഹത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ, അടിമത്തത്തിൽ നിന്നുള്ള വിമോചനത്തിൻ്റെ, രക്ഷയുടെ പദ്ധതിയാണ്. ആ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെന്ന് ആശംസിക്കുന്നു. വിശുദ്ധ മാസങ്ങളിൽ 50 ദിവസത്തെ ആരാധനയും പ്രാർത്ഥനയുമായിട്ട് കഴിയുകയാണ്. 40 days എല്ലാ സന്ധ്യാ നമസ്കാരങ്ങളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഓശാന മുതൽ ഉയർപ്പ് വരെയുള്ള ദിവസങ്ങളിൽ പല സമയങ്ങളിലും പല ഘട്ടങ്ങളിലുമായിട്ട് ആരാധനയിൽ പങ്കെടുക്കുന്നു. സമയത്തിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. ജോലി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊക്കെ വരാൻ. എന്നാൽ അതിലൊക്കെ സമയങ്ങളൊക്കെ കണ്ടെത്തി ഞങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നു. ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച രാവിലെയുമാണ് ആരാധനാ കർമ്മങ്ങൾ പ്രധാനമായും നടക്കുന്നത്. 50 നോമ്പാചരണത്തിന് സമാപനം കൂടിയാണ് ഈസ്റ്റർ. കുരിശുമരണത്തിന് ശേഷം യേശു ഉയർത്തെഴുന്നേറ്റുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈസ്റ്റർ പ്രത്യാശയുടെയും പുനരുദ്ധാരണത്തിന്റെയും സന്ദേശമാണ് നൽകുന്നത്. സ്നേഹത്തിൻ്റെ ആയുസ് ദീർഘമാക്കുവാനുള്ള യേശുക്രിസ്തുവിൻ്റെ യാത്രയുടെ അവസാനമാണ് ഹോളി വീക്കിലൂടെ നാം അനുസ്മരിക്കുന്നത്. അത് സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ആകെത്തുകയാണ് എന്ന് ലോകത്തിന് വെളിപ്പെടുത്തുന്ന സുന്ദര നിമിഷങ്ങളാണ്. മനുഷ്യജീവിതത്തിൻ്റെ കഠിന യാഥാർത്ഥ്യങ്ങളും സന്തോഷങ്ങളും ഒരുപോലെ അനുഭവിക്കുന്ന ഒരു ആഴ്ചയായി നമുക്കിതിനെ കാണാം. രാജാതി രാജാവായി ഹോശാന പെരുന്നാളിൽ ലോകം യേശുവിനെ കാണുമ്പോൾ കഠിനതയുള്ള കാലയളവുകളിലൂടെ നടക്കുന്ന ക്രിസ്തുവിൻ്റെ കുരിശിലേക്കുള്ള പ്രയാണവും അതിനുശേഷം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മകുടതയിലേക്കുള്ള യാത്രയും ഒരുപോലെ സ്മരിക്കുന്ന ഒരനുഭവമാണിത്. അതുകൊണ്ട് ദുഃഖത്തിൻ്റെ താഴ്വരയ്ക്കപ്പുറം, കുരിശിൻ്റെ അനുഭവങ്ങൾക്കപ്പുറം ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരനുഭവം സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പാതയിലുണ്ട് എന്ന് ലോകത്തിന് വെളിപ്പെടുന്നതിന് ഈ വിശുദ്ധവാര ആചരണം സഹായകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തിന്റെ ഓർമ്മൊതുക്കി ഒമാനിലെ ക്രൈസ്തവ വിശ്വാസികൾ പെസഹ ആചരിച്ചു. പെസഹ ആചരണത്തിന്റെ ഭാഗമായി മസ്കറ്റിലെ പ്രധാന ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷകൾ നടന്നിരുന്നു. യേശു ശിഷ്യരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചതിന്റെ ഓർമ്മൊതുക്കി വൈദികർ 12 പേരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചു.
നീണ്ട 50 ദിവസത്തെ ഉപവാസം, അതിനുശേഷം 40-ാം വെള്ളിയാഴ്ച ഹോശാന ശുശ്രൂഷ, പെസഹ വ്യാഴാഴ്ച വിശുദ്ധ കാലുകഴുകൽ ശുശ്രൂഷയ്ക്ക് ശേഷം ഇന്ന് ദുഃഖവെള്ളിയുടെ ദിനമാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒമാൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ പ്രവാസികളും ഈ ദേവാലയങ്ങളിൽ ഒത്തുകൂടുന്ന ദിവസമാണ്. യേശുക്രിസ്തുവിനെ ത്യാഗസ്മരണ പുതുക്കി ഒമാനിലെ ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. ക്രൈസ്തവ ദേവാലയങ്ങളിൽ ദുഃഖവെള്ളിയോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനകളും പ്രദക്ഷിണങ്ങളും നടന്നു. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഓരോ ദേവാലയങ്ങളിലും എത്തിയത്. സാധാരണ മറ്റ് വെള്ളിയാഴ്ചകളെ അപേക്ഷിച്ച് പലപ്പോഴും അവർ ജോലികളുടെ ബുദ്ധിമുട്ടുകൊണ്ട് എത്താൻ സാധിക്കില്ല. പക്ഷേ ഇന്നത്തെ വലിയ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത ഒമാൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള, എല്ലാ ക്യാമ്പുകളിൽ നിന്നുമുള്ള എല്ലാ വിശ്വാസികളും ഈ ദേവാലയത്തിൽ, ഇന്നത്തെ ഈ ദേവാലയത്തിൻ്റെ പരിസരത്തിൽ ശ്രദ്ധിച്ചാൽ എല്ലാവരെയും നമുക്ക് കാണും. പുതിയ ഒരുപാട് മുഖങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വിശുദ്ധ വാരാഴ്ച ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോളം, ക്രൈസ്തവരെ സംബന്ധിച്ചോളം ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരാഴ്ചയാണ്. എല്ലാ ക്രൈസ്തവരും ഈ വിശുദ്ധ വാരാഴ്ചയിൽ പള്ളികളിൽ വരികയും ആരാധനയിൽ പങ്കെടുക്കുകയും കൃത്യമായി കൂടുതലായി ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആഴ്ചകൾ കൂടിയാണ്. അതുകൊണ്ട് വിശുദ്ധ വാരാഴ്ച ഉയർപ്പോടുകൂടിയാണ് അവസാനിക്കുന്നത്. എല്ലാ ദേവാലയങ്ങളിലും അതിരാവിലെ തന്നെ ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷകൾ ആരംഭിച്ചിരുന്നു. ഒമാൻ മാർത്തോമ ഇടവകയുടെ ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷ സഭയുടെ മുംബൈ ഭദ്രാസന അധ്യക്ഷൻ റൈറ്റ് റെവറന്റ് PD ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പയുടെ നേതൃത്വത്തിലായിരുന്നു നടന്നത്. മസ്കറ്റ് ഓർത്തഡോക്സ് മഹാ ഇടവകയിൽ നടന്ന പീഠാനുഭവ ശുശ്രൂഷകൾക്ക് മലബാർ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ പക്കോമിയോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മസ്കറ്റ് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് ഇടവകയിൽ ഇടവക മെത്രോപൊലീത്ത സഖറിയാസ് മാർ ഫിലിക്സിനോസും ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. രണ്ടാമത് കുരിശ് നൽകുന്നതായ പ്രത്യാശ രക്ഷയുടെ പ്രത്യാശയാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ പ്രത്യാശയാണ്. പിതാവ് തന്നോടൊപ്പം കുരിശിക്കപ്പെട്ടവനോട് പറയുന്നുണ്ട്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലാകുമെന്ന്. അത് വലിയ സ്വാതന്ത്ര്യമാണ്. ഇന്നലെ വരെ ലഭിക്കാത്ത സ്വാതന്ത്ര്യം അവന് ലഭ്യമാവുകയാണ്. ഒപ്പം തന്നെ അമ്മയോട് പറയുന്നുണ്ട്, ഇതാ നിൻ്റെ മകൻ. തൻ്റെ സ്നേഹമുള്ള ശിഷ്യനോടും പറയുന്നു, ഇതാ നിൻ്റെ അമ്മ. അത് കരുതലിൻ്റെ ഒരു ശുശ്രൂഷയാണ്. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ശുശ്രൂഷ നമ്മിലുണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ മണലാരണ്യത്തിൽ ആയിരിക്കുന്ന സഭ അനുഗ്രഹത്തിൻ്റെ കൂട്ടായ്മയാണ്. പരസ്പരമുള്ള സ്നേഹവും ബന്ധവും ഐക്യവും വ്യക്തമായി കാണുവാനും ദർശിക്കുവാനും സാധിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അവിടെ മതങ്ങളില്ല, വിഭാഗീയതയില്ല, കക്ഷി രാഷ്ട്രീയങ്ങളില്ല. ഞങ്ങളൊന്ന് എന്ന രീതിയിൽ പ്രവർത്തിക്കുകയും അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹം. ആ മലയാളി സമൂഹത്തിന് എല്ലാ നന്മകളും എല്ലാ ഭാവങ്ങളും നേരുന്നു. UAE-ലും പ്രാർത്ഥനകളും പ്രത്യേക ശുശ്രൂഷകളുമായി ദേവാലയങ്ങൾ സജീവമായിരുന്നു. അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ശുശ്രൂഷകൾക്ക് മലങ്കര ഓർത്തഡോക്സ് സഭ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മുഖ്യ കാർമ്മികനായിരുന്നു. തോമസ് മുട്ടുവേലി കോറെപ്പിസ്കോപ്പ, ഇടവക വികാരി ഫാദർ ഗീവർഗീസ് മാത്യു, അസിസ്റ്റന്റ് വികാരി ഫാദർ മാത്യു ജോൺ എന്നിവർ നേതൃത്വം നൽകി. അബുദാബി മുസഫ സെന്റ് പോൾസ് കത്തോലിക്ക ദേവാലയത്തിൽ നടന്ന കുരിശിന്റെ വഴിയിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. കബറടക്ക പ്രാർത്ഥനയ്ക്ക് ശേഷം കൈപ്പുനീരും നേർച്ചക്കഞ്ഞിയും വിശ്വാസികൾക്കായി ഒരുക്കിയിരുന്നു. പള്ളികളിൽ കുരിശിന്റെ വഴിയുടെ അനുസ്മരണവുമായി പരിഹാര പ്രദക്ഷിണവും നഗരി കാണിക്കലും ഒരുക്കിയിരുന്നു. ഇനി സൗദി അറേബ്യയിലേക്കാണ് യാത്ര. സൗദി അറേബ്യയിലെ അൽ ഖോബാറിൽ നടക്കുന്ന മനോഹരമായ ആ കലാവിരുന്നിൻ്റെ കാഴ്ചകളിലേക്ക്. പാസ്പോർട്ട് ടു ദ വേൾഡ്. പ്രവാസികൾക്ക് വിസ്മയാനുഭവങ്ങൾ സമ്മാനിക്കുകയാണ് സൗദി അറേബ്യ. ഇന്ത്യ ഉൾപ്പെടെ 4 രാജ്യങ്ങൾക്ക് അവരുടെ കലാ സാംസ്കാരിക പ്രകടനങ്ങളുമായി ആഘോഷിക്കാൻ സർവ്വ സൗകര്യങ്ങളും വേദിയും ഒരുക്കി നൽകുകയാണ് സൗദി. نمبر 1 مومباي موجود
عربي موجود، كيرلا موجود، كله موجود. نمبر 1 هند. സുഡാൻ, ഇന്ത്യ, ഫിലിപ്പീൻസ്, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾക്ക് വേണ്ടിയാണ് സൗദി ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി ആഘോഷമേള സംഘടിപ്പിക്കുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. സൗദി ഗവൺമെന്റിനോട് താങ്ക്സ്. പാസ്പോർട്ട് ടു ദ വേൾഡ് എന്ന ശീർഷകത്തിൽ സൗദിയിലെ അൽ ഖോബാറിൽ തുടങ്ങി ജിദ്ദയിൽ അവസാനിക്കുന്ന രീതിയിൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് അധികൃതർ ക്രമീകരിച്ചിരിക്കുന്നത്. അൽ ഖോബാർ ലുലുവിന് സമീപത്തായുള്ള ഇസ്കാൻ പാർക്കിൽ സുഡാനീസ് പരിപാടികളോടെയാണ് ആഘോഷങ്ങളുടെ മിഴി തുറന്നത്. ഗംഭീര പരിപാടിയാണ്. ഫ്രീ ആയിട്ട് നമുക്കിങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഒരുക്കി തന്ന സൗദി ഗവൺമെൻറ്റിനോട് വളരെ നന്ദിയുണ്ട്. 3 ദിവസത്തെ സുഡാനി ആഘോഷങ്ങൾക്ക് ശേഷം പാസ്പോർട്ട് ടു ദി വേൾഡ് പ്രവാസി ആഘോഷമേളയിലെ ഇന്ത്യൻ ഉത്സവത്തിന് അൽ ഖോബാറിൽ കൊടിയേറി. എന്തായാലും അടിച്ചു പൊളിച്ചു. പാസ്പോർട്ട് ടു ദ വേൾഡ് എല്ലാവർക്കും ഈസി ആയിട്ട് അക്സസിബിൾ ആണ്. ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് ഉത്സവ നഗരിയുടെ മിഴി തുറന്നത്. അൽ ഖോബാർ ലുലു ഹൈപ്പർ മാർക്കറ്റിന് സമീപത്തെ ഇസ്കാൻ പാർക്കിൽ തയ്യാറാക്കിയ ഉത്സവ നഗരിയിലേക്ക് സൗദി കിഴക്കൻ പ്രവിശ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത്. ഇവിടെ 10-25 വർഷം ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ മുമ്പ് സംഘടിപ്പിക്കുമ്പോൾ രാജ്യത്തിനുണ്ടായ മാറ്റം വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജനങ്ങൾ തമ്മിൽ പരസ്പരം നല്ല ബന്ധം രൂപപ്പെടുന്ന ഇത്തരത്തിലുള്ള കലാ സാംസ്കാരിക സംഗമങ്ങൾക്ക് കഴിയും. ചെണ്ടമേളം, ദേശഭക്തി ഗാനാലാപന സംഘം, ടോൾബാജി, ഓണനൃത്തം, തമിഴ് നാടോടി നൃത്തം, പഞ്ചാബി നൃത്തം, മയിലാട്ടം, ഒപ്പന, കളരി, ബോളിവുഡ് ഡാൻസ് എന്നിവ അണിനിരന്ന ഘോഷയാത്ര ആഘോഷ നഗരിയെ വലം വെച്ചതോടെ ആഘോഷരാവിന് തിരികൊളുത്തി ജാവേദ് അലി, പ്രീതി ബാല, വർഷപ്രസാദ്, സജിലി സലീം, പൂജ കന്തൽവാൾ എന്നിവരുടെ ഗാനമേളയോടെ ഇന്ത്യൻ ആഘോഷ പരിപാടികൾക്കും തുടക്കമായി. സന്തോഷം ഇങ്ങനെ ഒരു പരിപാടി പങ്കെടുക്കാൻ സാധിച്ചതിൽ. സൗദിയുടെ അടിപൊളി മാറ്റങ്ങൾക്കൊപ്പം നമ്മളും ഇനിയും മാറ്റങ്ങൾ സംഭവിക്കട്ടെ. മനോഹരമായ ഗാനങ്ങൾ കൊണ്ട് ഗായകർ വിസ്മയം തീർത്തപ്പോൾ തടിച്ചുകൂടിയ സദസ്യരും അത് ഏറ്റുപാടിയും നൃത്തം വെച്ചും ഒപ്പം കൂടി. കലാപരിപാടികൾക്ക് പുറമെ ഇന്ത്യയുടെ തനത് രുചി വിഭവങ്ങൾ വിളമ്പുന്ന ഫുഡ് സ്റ്റോളുകൾ, പരമ്പരാഗത കരകൗശല പ്രദർശനം, പരമ്പരാഗത വസ്ത്രങ്ങളുടെ പ്രദർശനം തുടങ്ങിയ പവലിയനുകളും ഉത്സവ നഗരിയിൽ ഒരുക്കിയിരുന്നു. About all everything here. I enjoyed the food, the cafeteria, people here. It was amazing. എല്ലാ ദിവസവും ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കമാവുക. ശനിയാഴ്ച വരെയുള്ള ഇന്ത്യൻ ഉത്സവങ്ങൾക്ക് ശേഷം ഏപ്രിൽ 23 മുതൽ 26 വരെ ഫിലിപ്പീൻ സമൂഹത്തിൻ്റെയും ഏപ്രിൽ 30 മുതൽ മെയ് 3 വരെ ബംഗ്ലാദേശ് പൗരന്മാരുടേതുമായിരിക്കും ആഘോഷം. സൗദിയുടെ സ്വപ്ന പദ്ധതിയായ വിഷൻ 2030യുടെ ഭാഗമായാണ് ഈ ആഘോഷരാവുകൾ ഒരുക്കുന്നത്. വളരെയധികം സന്തോഷപ്രദമായ ഒരു അനുഭവമാണ്. ഇനിയും ഇതുപോലുള്ള പ്രോഗ്രാംസ് സൗദി ഗവൺമെൻറ് വിദേശികൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുമെന്നുള്ള വലിയ പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. കലാപരിപാടികൾ, പാചകമേള, പരമ്പരാഗത കരകൗശല വസ്തുക്കളുടെ പ്രദർശനമേള, ശില്പശാലകൾ എന്നിവയിലൂടെയെല്ലാം സാംസ്കാരിക വൈവിധ്യങ്ങളുടെ ഹൃദ്യമായ അനുഭവങ്ങൾ കൂടി സന്ദർശകർക്ക് പകർന്നു നൽകുകയാണ് പാസ്പോർട്ട് ടു ദ വേൾഡ് എന്ന ആഘോഷ പരിപാടിയിലൂടെ അധികൃതർ. മത്സ്യസമ്പത്ത് കൊണ്ട് മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് കുവൈത്ത്. കുവൈത്തിൻ്റെ മത്സ്യസമ്പത്തിൻ്റെ ആ കാഴ്ചകളിലേക്ക്.
കാലത്തും പൗരാണിക കാലത്തും ഒരുപോലെ വിശേഷപ്പെട്ട വിഭവങ്ങളുടെ പട്ടികയിൽ കുവൈറ്റിൽ കടൽ മത്സ്യങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങൾ പ്രധാന സ്ഥാനമാണ് വഹിക്കുന്നത്. മത്സ്യലഭ്യതയുടെ കാര്യത്തിലും കുവൈത്തിന്റെ തീരം സമ്പന്നമാണ്. ഷേരി, ഹമൂർ, സബ്യാദി തുടങ്ങിയ സ്വദേശികളുടെ ഇഷ്ടമീനുകൾ മുതൽ നമ്മൾ മലയാളികളുടെ ഇഷ്ട മത്സ്യങ്ങളായ നെയ്മീൻ, അയല, ചാള തുടങ്ങിയ മീനുകളും ധാരാളമായി കുവൈറ്റ് തീരങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. ഞണ്ട്, ചെമ്മീൻ എന്നിവയും ധാരാളമായി ലഭിക്കുന്ന സീസണുകളും ഇവിടെ ഉണ്ടാകാറുണ്ട്. മത്സ്യങ്ങളുടെ പ്രജനന കാലത്ത് മത്സ്യബന്ധനത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി മത്സ്യസമ്പത്ത് നിലനിർത്തുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ തലത്തിൽ തന്നെ നടത്തി വരുന്നുണ്ട്. ഒരു മത്സ്യ മാർക്കറ്റ് എത്ര വൃത്തിയായി മികച്ച വ്യാപാര കേന്ദ്രങ്ങളാക്കാം എന്നതിന് ലോകത്തിന് തന്നെ മാതൃകയായി എടുത്തു കാട്ടാവുന്ന മത്സ്യ മാർക്കറ്റുകളാണ് കുവൈറ്റിൽ നിന്ന് നിസ്സംശയം പറയാം. അത്രയധികം വൃത്തിയോടെയാണ് മാർക്കറ്റുകൾ പരിപാലിച്ചു പോരുന്നത്. ആധുനിക ബോട്ടുകളും GPS സംവിധാനവും ഉപയോഗിച്ചാണ് ഇപ്പോൾ മത്സ്യബന്ധനം പ്രധാനമായും നടക്കുന്നത്. ധാരാളം വിദേശ തൊഴിലാളികൾ മത്സ്യബന്ധന മേഖലയിലും മത്സ്യം വിൽക്കുന്ന മാർക്കറ്റുകളിലും പ്രവർത്തിക്കുന്നുണ്ട്. കുവൈറ്റ് സിറ്റി, ഫഹാഹിൽ, ഷർക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പ്രധാന മത്സ്യവിപണന സമുച്ചയങ്ങൾ നിലകൊള്ളുന്നത്. നേരിട്ട് മാർക്കറ്റുകളിൽ എത്തുന്ന മത്സ്യം ആവശ്യക്കാർക്ക് നേരിട്ട് ലേലം വിളിച്ചെടുക്കുന്നതിനുള്ള സൗകര്യം ഉൾപ്പെടെയുള്ളവയാണ് ഈ സമുച്ചയങ്ങൾ. പ്രധാനമായും അവധി ദിനങ്ങളിൽ ഇവിടെ ഒരു ഉത്സവാന്തരീക്ഷം പോലെ ആയിരിക്കുമെന്ന് തന്നെ പറയാം. വിവിധ രാജ്യക്കാർ ഒത്തുകൂടുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി ഇത്തരം മാർക്കറ്റുകൾ മാറുന്നു എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. വിവിധ സംസ്കാരങ്ങളെ, വിവിധ രുചികളെയൊക്കെ അടുത്തറിയാനുള്ള ഇടമായി പരിണമിക്കുന്ന ഇടങ്ങൾ കൂടിയായി മാറുകയാണ് ഇവിടുത്തെ ഓരോ വ്യാപാര സ്ഥാപനങ്ങളും. സർക്കാരിന് അനുമതിയില്ലാതെ മത്സ്യബന്ധനം കുവൈറ്റിൽ നിരോധിതമാണ്. വ്യക്തിഗത ബോട്ടുകൾക്ക് പ്രത്യേക ലൈസൻസും വ്യാവസായിക മത്സ്യബന്ധനത്തിനായി കർശനമായ രേഖകളും നിർബന്ധമാണ്. ദൂര കടൽ മത്സ്യബന്ധനത്തിന് കൂടുതൽ നിയന്ത്രണങ്ങളും നിലവിലുണ്ട്. കൂടാതെ ചില മത്സ്യവർഗ്ഗങ്ങൾക്കായി പ്രത്യേക സീസണുകൾ മാത്രമേ അനുവദിക്കുകയുമുള്ളൂ. ഉദാഹരണത്തിന് സബ്യാദി, ഹമൂർ തുടങ്ങിയ മത്സ്യങ്ങളുടെ പ്രജനന കാലങ്ങളിൽ മത്സ്യബന്ധനം നിരോധിക്കും. GPS അടക്കമുള്ള ട്രാക്കിംഗ് സംവിധാനങ്ങളിലൂടെ ബോട്ടുകൾ നിരീക്ഷണ വലയത്തിലായിരിക്കും. കൂടാതെ മത്സ്യബന്ധനത്തിന്റെ അളവും സമയവും അധികൃതർ നിരന്തരം പരിശോധിക്കും. പരിസ്ഥിതിയെ ബാധിക്കുന്ന രീതിയിലുള്ള മത്സ്യബന്ധനം തടയാൻ അധികൃതർ കർശനമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. നിയമം ലംഘിക്കുന്നവർക്കെതിരെ പിഴയോ ലൈസൻസ് റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള നടപടികളും സ്വീകരിക്കും. കടൽ വിഭവങ്ങളുടെ ദീർഘകാല സംരക്ഷണത്തിനായി പുതിയ ശാസ്ത്രീയ പഠനങ്ങൾക്കും അധികൃതർ തുടക്കം കുറിച്ചിട്ടുണ്ട്. കൃത്രിമ മത്സ്യപ്രജനന മേഖലയിലേക്കുള്ള സൃഷ്ടിപരമായ നീക്കവും കുവൈറ്റ് ആസൂത്രണം ചെയ്യുന്നുണ്ട്. സമ്പത്ത് മാത്രമല്ല, സമുദ്രം ഒരു ഉത്തരവാദിത്തം കൂടിയാണെന്ന ആശയത്തിലാണ് സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നതും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതും. അറബി ദിസ് വീക്കിൻ്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറബിൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.